സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹരിയാലി പൊട്ടറ്റോ ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ മുറിക്കാം. ഇനി ഇതിലേക്ക് വാരിയിട്ട് ചെറുതായി കട്ട് ചെയ്യാം. ഒരു സവാള ചെറുതായി മുറിച്ചത്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, കുറച്ച് ഗരം മസാലപ്പൊടി, 3 പച്ചമുളക്, 5-6 വെളുത്തുള്ളി. ഇനി ഇതൊന്ന് അരച്ചെടുക്കും. ടീസ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുന്ന പൊട്ടറ്റോ കഴിക്കുമ്പോൾ പൊട്ടറ്റോ ആണോ എന്ന് എല്ലാവരും ചോദിക്കും. എൻ്റെ വീട്ടിലുള്ളവർ ചോദിക്കുന്ന ചോദ്യമാണ് അത്. പൊട്ടറ്റോവിൻ്റെ യാതൊരു ലക്ഷണവും ഇതിന് ഉണ്ടാവുകയില്ല. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതക്കിയത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കിയ ശേഷം നമുക്ക് സവോള ഇട്ടുകൊടുക്കാം. സവോളയും ഇതുപോലെ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഈ രീതിയിലും ഉണ്ടാക്കി നോക്കൂ. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. അതിൻ്റെ ചൂടിൽ വെന്ത് കിട്ടാനാണ് ഇങ്ങനെ മൂടി വയ്ക്കുന്നത്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇങ്ങനെ ചെയ്യുന്നവയെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എല്ലാ സ്ഥലത്തും ചൂട് എത്താൻ വേണ്ടിയാണ്. എന്നാലേ മുഴുവനും ഒരേപോലെ വേവുകയുള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. ഇനി
1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ചേർക്കണം. കുറച്ച് പുതിനയും മല്ലിയിലയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഈ വെറൈറ്റിയായ പൊട്ടറ്റോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഒരു കഷ്ണം പുളിനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം. അല്പം എടുത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. വെന്തോ എന്ന് നോക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.